നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തു ഭാവിച്ച യശോദ നീ ഇതൊക്കെ കേട്ട് നിൽക്കുന്നേ? എന്ത് ധൈര്യത്തിലാ രാധികയും കൊണ്ട് കണിമംഗലത്ത് പോകാന്ന് നീ നിശ്ചയിച്ചിരിക്കുന്നത്? ഞാനാണോ തീരുമാനിച്ചത്? പറഞ്ഞത് ദേവേട്ടനല്ലേ? അമ്മയുണ്ടായിരുന്നല്ലോ ഒപ്പം. അതെ, പറഞ്ഞത് ദേവൻ തന്നെയാ. അവനിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ. എല്ലാം അറിയാവുന്ന നിനക്ക് എന്താ പറഞ്ഞു വിലക്കമായിരുന്നില്ലേ? അമ്മ പറയാഞ്ഞതോ? അവളെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിന് വേറെ വൈരാഗ്യത്തിന്റെ ചിത്രമല്ലേ ദേവന്റെ മനസ്സിൽ. പ്രിയങ്കയുടെ ജീവിതത്തെ കുറിച്ച് ചിന്ത വേണ്ടത് നിനക്കാ. ഇപ്പൊ കുറച്ചു നാളായിട്ട് വരുണും രാധികയും തമ്മിൽ കാണാറില്ല. അതങ്ങനെ തന്നെ തുടരണം. എത്രമാത്രം അകലുന്നോ അത്രയും നല്ലത്. ദേവനിഞ്ഞു വരട്ടെ. ഒരു കാരണവശാലും അവളെയും കൊണ്ട് കണിമംഗലത്ത് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ എങ്ങനെ കടുത്ത തീരുമാനം എടുക്കേണ്ട കാര്യം എന്താ? പൂജയ്ക്ക് നിർബന്ധമായിട്ടും രാധയെ കൊണ്ടു ചെല്ലണമെന്ന് ദേവാരതയമ്മയെ വിളിച്ചു പറഞ്ഞു. എന്തിന്? അവളാണോ പൂജ ചെയ്യുന്നത്? കണിമംഗലത്ത് ആർക്കും പൂജാകാര്യങ്ങൾ ഒരുക്കാനോ അത് ശ്രദ്ധിക്കാനോ അറിയില്ല. അതെല്ലാം അറിയുന്ന രാധിക ഒന്ന് വരണമെന്ന് പറയുമ്പോ അതെങ്ങനെ നിഷേധിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. കണിമംഗലത്ത് പോകുന്ന കൂട്ടത്തിൽ അവൾ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോ. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. അമ്മ ഇവിടെ ഇരുന്നോ. ഞങ്ങൾ മൂന്നുപേരും കൂടി ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരാം. എന്നാലും എന്റെ വാക്ക് നീ കേൾക്കില്ല അല്ലേ? ഇല്ല അമ്മ, ഇക്കാര്യത്തിൽ ഞാൻ കേൾക്കില്ല. കണിമംഗലത്ത് രാധിക മോളെ കൊണ്ടുചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. എന്താ കുട്ടി, ഇതുവരെ റെഡിയായില്ല നീ? അമ്പലത്തേക്ക് പോകുമ്പോ ഞാൻ പറഞ്ഞാണല്ലോ ഞാൻ തിരിച്ചു വന്ന അവിടെ പുറപ്പെടണമെന്ന്. മുത്തശ്ശി വരുന്നില്ല എന്നാ പറയുന്നത്. യശോദേ, നിങ്ങൾ രണ്ടുപേരും വേറെ റെഡിയായി വന്നേ. പറഞ്ഞത് കേട്ടില്ലേ? പോവാ. മ്യൂസിക് ക്ലാസ്സില് അത് തന്നെ. അവൾക്ക് അവിടെ ജോലിയുള്ളതല്ലേ, വെറുതെ എന്തിനാ ലീവ് എടുക്കുന്നേ? അവൾ അവളുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ. ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാ അയാളുടെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല എന്ന് നിയമം വല്ലതും ഉണ്ടോ? അച്ഛൻ പറഞ്ഞ അനുസരിക്കും മോളെ. പെട്ടെന്ന് പോയി റെഡി ആയിവാ. അവിടെ ചെന്ന് പൂജയെ പങ്കെടുത്തിട്ട് എപ്പ തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കോ? അതോ ആരോടെങ്കിലും ഭക്ഷണം കൊണ്ടുവരാൻ പറയണോ? എനിക്ക് ഉണ്ടാക്കാനും വയ്യ, പുറത്തു നിന്ന് ആരോടും ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാനും പറയണ്ട. ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. എന്നാ പിന്നെ അമ്മയും പോയി റെഡിയാവ്. വാശിയൊക്കെ അങ്ങനെ തീരട്ടെ. മാറി നിന്നാ പറ്റില്ല. അവിടെ അവനും അവളും കണ്ടുമുട്ടുന്നതിനിടയില് ഞാനില്ലെങ്കിൽ എല്ലാം നശിക്കും. പോവുക തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.